ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കൊട്ടിയൂർ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. റോഡിൽ ഇറങ്ങി നിൽക്കുമ്പോഴാണ് നമ്മൾ എൻട്രി കൊടുക്കുന്നത്. അപ്പോൾ ഞാനായിട്ടനോ അബിനും കൂടിയാണ് പോകുന്നത്. അമ്മ അച്ഛനും ഇല്ല, അച്ഛമ്മയ്ക്ക് ചെറുതായിട്ട് സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കൂടി ഉണ്ടായിരുന്നു. പോരാ പോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ നേരെ ചവിട്ടുന്നത് ഇവിടെയാണ് കേട്ടോ. ഞാൻ വണ്ടിയിൽ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ സമയം വരെ കുഞ്ഞു ഉറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വരെ കുഞ്ഞു ഉറങ്ങുകയാണ്. ഉറങ്ങി നീച്ചപ്പോൾ ആദ്യം തന്നെ ഇതാണ് കാണുന്നത്. അപ്പോൾ ഉറങ്ങി നീച്ച പാടുള്ള ശീലക്കേട് കാര്യങ്ങളൊക്കെ അതിലങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ഞാൻ അബിന് നെയ്പ്പത്തലെടുത്തു, അബി വെള്ളപ്പം, ഏട്ടൻ പുട്ട്, അങ്ങനെ കടലക്കറി. അമ്പലത്തിലേക്ക് അതുകൊണ്ട് നോൺ വെജ് ഒന്നും പറ്റില്ല, അതുകൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ കൊട്ടിയൂരൊക്കെ വിട്ടു. അവിടെ കഴിഞ്ഞ പ്രാവശ്യം പോയ സ്ഥലത്തെല്ലാം നമ്മൾ ഇപ്രാവശ്യം നിർത്തിയത് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നല്ല മഴയും ചളിയൊക്കെ ആയിരുന്നു ഗൈസ്, നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ദൂരെ വണ്ടി വെച്ചിട്ട് പിന്നെ കുറേ ഇങ്ങോട്ടേക്ക് നടക്കുകയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമല്ല, വണ്ടി അവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു. തിരക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരുന്നു കേട്ടോ. ശരീരത്തിൽ തിരക്കില്ലാന്നുമല്ല, അങ്ങനെ വെച്ചു. പക്ഷേ അതൊരു രസമായിരുന്നു, ഈ മഴയും ആ ഒരു ക്ലൈമറ്റൊക്കെ രസമുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ടോ പോയത്. അപ്പോൾ ഞാൻ ഈ ചിത്രത്തിൽ ഫോട്ടോയിലൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്നിട്ട് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് പോയി ആകെ ചളിപ്പിളിയായി ഗൈസ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതൊക്കെ കണ്ടറിഞ്ഞിട്ടാണ് പോയത്. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഇവിടുന്ന് കുളിച്ചതിന് ശേഷമാണ് ഉള്ളോട്ടേക്ക് പോവുക. അപ്പം ഞാൻ ഫുള്ളായിട്ട് നനയുന്നൊന്നുമില്ല, കയ്യും കരക്കേക്ക്. പിന്നെ എന്തായാലും നമ്മൾ ഇതിലൂടെ നടക്കും, വെള്ളത്തിലൂടെ നടക്കുമ്പോൾ ഒരു അരമുക്കാൽ ഭാഗം എന്തായാലും നനയും. എന്നിട്ട് നമ്മൾ തോർത്തെല്ലാം എടുത്തിട്ടാണ് അതിനുള്ളിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ കുഞ്ഞു വീണ്ടും ഉറങ്ങിയിട്ടോ. ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്നെത്തി ചായ കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു വീണ്ടും ഉറങ്ങിപ്പോയി. പിന്നെ ഇവിടെ എത്തി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എണീപ്പിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അപ്പം വിളിച്ചില്ല, ഉള്ളോട്ട് എത്തിയിട്ട് എണീപ്പിക്കുകയാണ്. കാരണം ഇവിടെ കാണിച്ചു കൊടുക്കാനാണല്ലോ നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അവൻ ഉറങ്ങിയാൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ട് എണീപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം 6 മണിയാണ്, 5:45 6 മണിയാണ്. ഇവിടെ ഞങ്ങളൊരു 10 മണിയാകുമ്പോഴേക്കും എത്തിയിട്ടോ. പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചവിട്ടി ഞങ്ങളങ്ങനെ തിരിഞ്ഞ് കളിച്ച് വന്നതാണ്. അങ്ങനെ നമ്മൾ 10 മണിയാകുമ്പോഴത്തേക്ക് എത്തി. പിന്നെ ഞായറാഴ്ച ആയതിൻ്റെ തിരക്കുണ്ട്. മാത്രമല്ല 12-ാം തീയതി വരെയുള്ള പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കുണ്ട്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിലൂടെ എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഇതിലേ പോയിട്ട് ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ തൊഴാട്ടോ. അല്ലാതെ വരി നിന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് മറ്റേ പള്ളിയറേൻ്റെ ഉള്ളിൽ കയറിയിട്ടും തൊഴാൻ പറ്റും. അപ്പോൾ ഞാൻ വരി നിൽക്കുന്നില്ല, നല്ല വരിയാണ്, ഞാൻ രാത്രിയിലും കഴിച്ചിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുറത്ത് കൂടെ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ തൊഴുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളിൽ കയറിയിട്ട് പറയുന്ന കാര്യം പുറത്തുനിന്ന് പറയുന്ന കാര്യം ഭഗവാൻ ഒരേ ചെവിയിലൂടെ കേൾക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു. പിന്നെ അവിടെ നിന്ന് ഒരാൾ തീർത്ഥം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുള്ളും അതിന് ചുറ്റും ചളിവെള്ളമാണ്. പക്ഷേ ഇതൊരു കിണറോ എന്തോ പോലൊരു കെട്ടുണ്ട്, ആ കെട്ടിനുള്ളിൽ നിന്ന് തരുന്ന വെള്ളമാണ്. പക്ഷെ അത് മാത്രം തെളിഞ്ഞ വെള്ളമാണ്. അങ്ങനെ നമ്മൾ തീർത്തൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. അതിന് ശേഷം അത് വഴിപാട് കൗണ്ടറിൽ ഏറ്റവും പ്രസാദവും അപ്പമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതൊക്കെ കുഞ്ഞു അപ്പം തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞല്ല, ഞങ്ങളെല്ലാവരും അപ്പം തന്നെ കഴിച്ചു. പിന്നെ കുഞ്ഞുവിനൊരു നാളികേര സമർപ്പണത്തിൻ്റെ നേർച്ച ഉണ്ടായിരുന്നു. കുഞ്ഞു സംസാരിക്കാൻ കുറച്ച് പിന്നോട്ടായിരുന്നു, അപ്പോൾ ആ സമയത്ത് നേർന്നയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൂടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്പുറത്ത് ഇക്കരെ കൊട്ടിയൂരേക്ക് പോകുന്നുണ്ട്. ചിലരൊക്കെ പറയും ആദ്യം അവിടെ തൊഴുതിട്ടാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടതെന്നൊക്കെ പറയും. പക്ഷേ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞങ്ങളെന്തായാലും ഇവിടെ തൊഴുതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതുപോലെ ഈ പാലത്തിൻ്റെ മേൽ കൂടെ വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് കടക്കാൻ നനയാതെ, പക്ഷെ ഞങ്ങൾ വെള്ളത്തിലേക്ക് കളിച്ച് നനഞ്ഞിട്ടാണ് അപ്പുറത്തോട്ടേക്ക് പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഇക്കരെ കൊട്ടിയൂർ എന്ന് പറഞ്ഞ ക്ഷേത്രം അവിടെ സ്ഥിരമായിട്ട് നമുക്ക് എന്താ പറയുക തൊഴാനൊക്കെ പറ്റും. ഇപ്പുറം മാത്രം അക്കരെ കൊട്ടിയൂർ മാത്രമാണ് ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് തുറക്കുക കേട്ടോ. ഇതിന് ഒരു സമയം പീരീഡൊക്കെ ഉണ്ട്, ഒരു മാസമാണ് ഈ സംഭവം തുറക്കുക കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല, കാരണം ഒരുപാട് ഐതിഹ്യങ്ങൾ, ഒരുപാട് കഥകൾ, ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉള്ള അമ്പലമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഉള്ളോട്ട് കയറണം. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ നിന്ന് കല്ലെടുത്തതിന് ശേഷം ആ കല്ല് ഉരച്ചിട്ടാണ് നമ്മൾ ചന്ദനം തൊടുക എന്ന് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളും ചെയ്ത് നോക്കുന്നുണ്ട്. കല്ലൊക്കെ എടുത്ത് ഉരച്ച് ചന്ദനം തൊടുന്നുണ്ട്. അപ്പോൾ ഏട്ടനെ അഭി ഉരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിനെ സമ്മതിക്കുന്നില്ല. ആദ്യക്ക് എന്തോ കല്ല് ഇങ്ങനെ ഉരച്ച് തൊടാനൊരു മടി, ഓനതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. എനിക്ക് ഭസ്മ കിട്ടി ഗൈസ്. എനിക്കറിയില്ല മോളെ. അപ്പൊ തൊട്ടരാ ചന്ദനാണ് ബാവേ. ഇവിടെ ഈ പുറത്ത്
അത് കഴിഞ്ഞാൽ ഏട്ടൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ കെട്ടിപ്പൊന്തിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പം ഏട്ടൻ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഏട്ടത് വലിയതാക്കിയിട്ടാണ് പൊന്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് മറിഞ്ഞ് വീഴുമായിരിക്കുന്നു, പക്ഷേ വീണൊന്നുമില്ല. ഏട്ടൻ നല്ല വൃത്തിയിൽ പൊന്തിച്ചുണ്ടാക്കുന്നുണ്ട്. സത്യം നമ്മളിത് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, ആ ഒരു രീതിയിൽ ചെയ്ത് കേട്ടോ. പക്ഷേ ഇതെങ്ങനെയല്ല, ഇതിന് പിന്നിൽ ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. ഉണ്ട് ഓരോ ആൾക്കാർ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഓരോരുത്തരുടെ വിശ്വാസം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞുവിന് പപ്പൻ്റെ കയ്യിലുള്ള പോലത്തെ സംഭവങ്ങൾ ഞങ്ങൾ അടിക്കുന്നുണ്ട്. പപ്പൻ്റെ കയ്യിലുള്ള സെയിം സാധനമല്ല, പക്ഷെ ഒരു ചിത്രം ഓൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓനടിച്ചപ്പോൾ അഭിനയിക്കും അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞ് അഭിനയം ചെയ്യിപ്പിക്കുന്നുണ്ട്. അയ്യേ അത് കഴിഞ്ഞ് പിന്നെ ഉള്ളോട്ട് പോകണം. നല്ല വെയിലാണ് കേട്ടോ ഗൈസ്. അങ്ങനെ അവിടെ എത്തി, ഇക്കരക്കൊട്ടിയൂർ എത്തി കേട്ടോ. ഇവിടെ തൊഴുതിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. കറക്റ്റായിട്ട് അറിയുന്നവരോടെങ്കിലും ചോദിക്കണം. ഞാൻ പോയ രീതിയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ ക്ഷേത്രത്തിൽ നമുക്ക് എപ്പോഴും വന്ന് തൊഴാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഈ വൈശാഖ മഹോത്സവം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നട തുറക്കൂല. പക്ഷെ എന്നാലും വരുന്ന ആളുകളൊക്കെ ഇവിടെയും തൊഴുതിട്ടാട്ടോ പോവുക. അങ്ങനെ അവിടത്തെ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് കുറച്ച് എന്താ പറയുക ഇതൊക്കെ വാങ്ങിച്ചു. ഓടപ്പൂവ്, അതുപോലെ തന്നെ എന്താ പറയുക കുഞ്ഞുവിന് കളിക്കാൻ ടോയ്സ് അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഈ ഓടപ്പൂവിന് പിന്നിൽ എന്തൊക്കെയോ കഥകളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എനിക്കങ്ങനെ പറഞ്ഞുതരാറില്ല. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു വെറുതെ എന്തിനാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുവിന് ആനേനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കുഞ്ഞുവിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ആന, ചെണ്ട എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ. പക്ഷേ ആനയ്ക്കിനെ നല്ല പേടിയാണ്. ഈ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തെത്തുമ്പോൾ അവന് പേടിയാണ്. കണ്ടു തൊടാൻ നോക്കുമ്പോൾ അവന് പേടിയാവും, കരയാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ ഇവിടുത്തെ ഒന്ന് തൊഴുതും കൂടി പോകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് അവിടെ ഒരു മുത്തപ്പൻ്റെ എത്തുന്നുണ്ട്. അവിടെയും പോയി ഒന്ന് തൊഴുതു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ കുഞ്ഞു വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വെള്ളത്തിൽ ഇറക്കി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വല്ലാണ്ടൊന്നും കളിക്കാൻ പറ്റിയില്ല. മഴയായതുകൊണ്ട് അധികം സമയമൊന്നുമില്ല, എന്നാലും കുറച്ച് സമയം അവനെ കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പപ്പയും മോനും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തുകളി കഴിഞ്ഞ് ഞങ്ങൾ കയറി. അവിടെ നിന്നൊരു പാനിപൂരി എന്നാണ് അവർ പറയുന്നത്. അങ്ങനത്തെ സാധനം വാങ്ങിച്ചു വെച്ചു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്ന പൂരി പോലെയല്ല. തൽക്കാലം അതൊക്കെ വാങ്ങിച്ചു വെച്ചു. പിന്നെ നമ്മൾ നേരെ പോകുമായിരുന്നു. പോണ വക്കിൽ ഞങ്ങൾ മന്തി വയ്ക്കുന്നുണ്ട്. കഴിച്ച് അമ്പലത്തിൽ പോയി വന്നല്ലോ, ഇനി നോൽമൊന്നുമില്ല. അങ്ങനെ മന്തി കഴിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് 7 മണിയായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ.